ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള പേപ്പർ വാൾ ഹാങ്ങി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് ഞാനിവിടെ 6 സെൻറ്റിമീറ്റർ വീതിയും നീളമുള്ള ഒരു വലിയ സ്ക്വയർ ടൈപ്പുള്ള ഒരു പേപ്പറും പിന്നെ 5 സെൻറ്റിമീറ്റർ വീതിയും നീളമുള്ള ഒരു ചെറിയ സ്ക്വയറിലുള്ള ഒരു പേപ്പറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ഈ വലിയ പേപ്പറിൻ്റെ മുകളിൽ ഈ ചെറിയ പേപ്പർ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ ചെയ്തതുപോലെ അതിൻ്റെ 2 എൻഡ് സൈഡും ഒന്ന് റൗണ്ടിൽ പിടിച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു റെഡ് ഗിൽറ്റ് ഫോം ഷീറ്റ് ഒരു ചെറിയ സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കിട്ടും. അതുപോലെ ഞാൻ ഒരുപാട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കട്ടിയുള്ളൊരു പേപ്പറാണ് വേണ്ടത്. നല്ലോണം കട്ടി വേണ്ട. നമ്മൾ നോട്ട് ബുക്കിൻ്റെ ഒക്കെ ചട്ടമില്ല, അതിൻ്റെ ഒരു സൈസിലുള്ള കനത്തിലുള്ള ഒരു പേപ്പർ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അത് 15 സെൻറ്റിമീറ്റർ വീതിയും 30 സെൻറ്റിമീറ്റർ നീളത്തിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതൊന്ന് റെഡ് പേപ്പർ കൊണ്ടൊന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അതിൻ്റെ മുകളിൽ ഇതുപോലെ ഓരോന്നായിട്ട് അടുത്തടുത്തായിട്ട് വെച്ചിട്ട് നമുക്കൊന്ന് പശ തേച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലും എൻഡിലും നമുക്ക് കുറച്ചൊരു ഭാഗം വിട്ടിട്ട് വേണമെന്ന് ഒട്ടിച്ചു കൊടുക്കാൻ. ഇനി ഇതുപോലെ നീളത്തിലുള്ള കുറച്ച് പേപ്പേഴ്സ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 സെൻറ്റിമീറ്റർ വീതിയും 15 സെൻറ്റിമീറ്റർ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. റെഡും യെല്ലോയും ആയിട്ടുള്ള ഞാൻ കോമ്പിനേഷനായിട്ട് എടുത്തിട്ടുള്ള കളറിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് കളറാണോ ഉപയോഗിക്കുന്നത് ആ കളറിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കതിൻ്റെ എൻഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ബാക്ക് സൈഡിൽ നിന്ന് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. ഇത് ഓരോരോ കളേഴ്സായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. യെല്ലോ, റെഡ് അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ഒട്ടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത്. ഇനി നമുക്ക് ഇതുപോലത്തെ ഗോൾഡൻ കളറിലുള്ള 2 ലേസ് വേണം. അത് ഇതുപോലെ നമുക്ക് മുകളിൽ താഴെയായിട്ട് ഒന്ന് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അത് ഒട്ടിച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ നമുക്ക് ഭംഗിയിൽ കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലായിട്ട് പശ തേച്ചിട്ട് 2 എൻഡ് ഭാഗവും തമ്മിലൊന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക റൗണ്ടിലായിട്ട്. അങ്ങനെ നമുക്ക് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ അവിടെ ഒന്ന് ഗ്യാപ്പ് കാണും. ആ ഗ്യാപ്പിൽ ഇതുപോലത്തെ ഒന്നും കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഗ്യാപ്പ് ഒന്ന് ഫില്ലായി കിട്ടും. ഇപ്പം നമ്മൾ ഡെക്കോർ ഇവിടെ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നീളത്തിലൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. അത് 2 സൈഡിൽ ഞാനിപ്പോൾ വെച്ച് കൊടുക്കുന്നത് പോലെ 2 എൻഡ് ഭാഗവും അതിൻ്റെ ഉള്ളിലോട്ടായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ ഡെക്കോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫൈനൽ റിസൾട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.